സിനിമാ മേഖലയിലെ പീഡന പരാതികളുടെ അന്വേഷണത്തിൽ SITക്ക് ആശങ്ക. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴിയും ശേഖരിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി. സിദ്ദിഖിനും ജയസൂര്യക്കുമെതിരായ കേസുകളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ജയസൂര്യക്കെതിരായ പരാതിയിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പോലീസ് പരിശോധന നടത്തും. വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ജയസൂര്യയും രംഗത്തെത്തി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെയെന്നും നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നുമാണ് ജന്മദിനത്തിലെ ജയസൂര്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. റിനു ശ്രീധറുണ്ട് വിശദാംശങ്ങളുമായി. റിനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സിനിമാ മേഖലയിലെ പീഡന പരാതികളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ SIT സംഘത്തിന് അന്വേഷണം ഏതു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് എന്ന് വേണം അറിയാൻ. എന്താണ് ഇവർക്ക് ഇതിലൊരു തടസ്സം നേരിടുന്നത്, റീനു? മോർണിംഗ് ആര്യ, തുളസി. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഈ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കേസുകളെല്ലാം തന്നെ, അതായത് നൽകിയ പരാതികളിൽ ഉള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ സംഭവം നടന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ ഒപ്പം സാഹചര്യ തെളിവുകളും ശേഖരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥരെ മാത്രം അല്ലെങ്കിൽ അവർക്ക് മേൽനോട്ടം നൽകിക്കൊണ്ട് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും അത് എങ്ങുമെത്താത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. തുടർന്നാണ് ഓരോ ജില്ലകളിലും ഓരോ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അതിലും ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായതുകൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കുന്നതിലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം നോക്കിയത്. പക്ഷേ സാക്ഷികളെ കണ്ടെത്തുന്നതിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു അന്വേഷണ സംഘത്തെ. ഇത് ഏത് ഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇവരിലെ ആശയക്കുഴപ്പം. മറ്റൊരു കാര്യം, ഈ പരാതികളിലെ ഒരു സത്യാവസ്ഥ കൃത്യമായി തന്നെ പരിശോധിക്കുവാൻ വേണ്ടിയും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തരം ഈ പരാതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിഞ്ഞു കിടപ്പുണ്ടോ, മനഃപൂർവ്വമാണോ ഇത്തരം പരാതികൾ ഉയർന്നു വന്നത്, ആരെങ്കിലും ഹണി ട്രാപ്പ് ഉൾപ്പെടെ ഉള്ളതുപോലെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ എന്നതടക്കം അന്വേഷണ സംഘം വ്യക്തമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സിദ്ദീഖിൻ്റെ പരാതി, സിദ്ദീഖിനെതിരെയുള്ള പരാതിയിൽ മസ്കറ്റ് ഹോട്ടലിൽ ഈ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തി സിദ്ദീഖ് അവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ആ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് പോലീസിന് കടക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ നടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മൊഴി രേഖപ്പെടുത്തുകയും കോടതി നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റു തെളിവുകൾ ശേഖരിക്കുന്നതിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ നടത്തുവാൻ വേണ്ടി ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ട് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ജയസൂര്യക്കെതിരായിട്ടുള്ള കേസിൽ സമാന സാഹചര്യം തന്നെയാണ്. നിലവിൽ സെക്രട്ടേറിയറ്റിൽ പരിശോധന നടത്തുന്നതിന് ഒരു അനുമതി തേടിയിട്ടുണ്ട്. ഇന്ന് അത് ലഭിക്കും. പരിശോധന ഇന്ന് നടത്തും എന്നുള്ളൊരു വിവരമാണ് ജയസൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് സജീവമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പല വിധത്തിൽ പല ആംഗിളുകൾ ഇപ്പോൾ ഇതിന് സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും നിരപരാധിത്വം തെളിയിക്കാൻ നിയമപോരാട്ടം തുടരുമെന്നാണ് എന്തായാലും ജയസൂര്യയുടെ പോസ്റ്റ്. ഇതിലൂടെ എന്താണ് ജയസൂര്യ പറഞ്ഞു വെക്കുന്നത്? തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന ഒരു പ്രതികരണം തന്നെയാണോ നടത്തുന്നത് ജയസൂര്യ ഇതിലൂടെ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പീഡനത്തെ പോലെ തന്നെ പീഡന ആരോപണവും വലിയ രീതിയിലുള്ള വേദന ഉണ്ടാക്കുന്നുണ്ട്. സത്യം ചെരുപ്പിടുമ്പോഴേക്കും ലോകം ചുറ്റി സഞ്ചരിച്ചിരിക്കും. പക്ഷേ എപ്പോഴും വിജയം സത്യത്തിനായിരിക്കും എന്നുള്ളതാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രം കല്ലെറിയട്ടെ. താനും കുടുംബവും അമേരിക്കയിലാണ്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക്, വ്യക്തിപരമായ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ വന്നതാണ്. ഇത് നിയമപരമായി തന്നെ നേരിടും ഈ പരാതി എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉടൻ തന്നെ നാട്ടിലേക്ക് വരുമെന്നും തന്നെയും തൻ്റെ കുടുംബത്തെയും ഈ പീഡനാരോപണ പരാതി വലിയ രീതിയിൽ വേദനിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പരാതികളാണ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തെ കരമന സ്റ്റേഷൻ, അത് തൊടുപുഴയിലേക്ക് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്, ഈ സംഭവം നടന്നത്, പീഡനം നടന്നത് എന്ന് പറയുന്നത്. മറ്റൊന്ന് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടയിൽ 2008 തൊടുപുഴയിൽ 2013 ഇങ്ങനെ വർഷങ്ങൾക്ക്
മുമ്പാണ് ഈ ഒരു പീഡനം അല്ലെങ്കിൽ സംഭവം പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലാണ് അന്വേഷണ സംഘത്തിന് പ്രാഥമികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും കൂടുതൽ സാക്ഷിമൊഴികൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഇടപെടലും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസ് അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കുവാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ. ശരി റിനു, വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിനുൾപ്പെടെ പ്രതിസന്ധിയുണ്ട്. അതുതന്നെയാണ് SIT അന്വേഷണ സംഘത്തിന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയും. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്.